പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. ജയിലുകൾ ലഹരി കേന്ദ്രങ്ങളാവുന്നുണ്ടോ? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ തടവുകാരൻ. കഞ്ചാവും മയക്കുമരുന്ന് ഗുളികകളും ജയിലിനുള്ളിൽ സുലഭമാണെന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെ അനുഭവം വിവരിച്ച് മുൻ തടവുകാരൻ പറയുന്നു. കോടതിയിൽ പോകുമ്പോൾ രഹസ്യഭാഗങ്ങളിൽ ഒളിച്ചു കടത്തും. ശുചിമുറിയിൽ ഒളിച്ചിരുന്നാണ് ലഹരി ഉപയോഗമെന്നും വെളിപ്പെടുത്തുന്നു. ആദ്യം എന്താണ് മുൻ തടവുകാരൻ നമ്മുടെ പ്രതിനിധി ആദിലിനോട് പറഞ്ഞതെന്ന് കേട്ടുവരാം. സംസ്ഥാനത്ത് ലഹരി കേസിൽ ദിനംപ്രതി നിരവധി പേരാണ് പിടിയിലാകുന്നത്. എക്സൈസും പോലീസും പിടികൂടുന്ന കുറ്റവാളികളെ കൊണ്ടുപോകുന്നതോ ജയിലിലേക്ക്. എന്നാൽ ജയിലുകളിൽ സംഭവിക്കുന്നത് എന്താണ്? മുൻ തടവുകാരൻ ജയിലിൽ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചകൾ റിപ്പോർട്ടർ ടിവിയോട് വെളിപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് ഞാനൊരു റിമാൻഡ് പ്രതി ആയാണ് അവിടെ എത്തിയത്. പുറത്ത് നിൽക്കുമ്പോൾ എനിക്ക് ജയിലിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഒരു കുറ്റകൃത്യം ചെയ്ത് ജയിലിലെത്തിയാൽ ആ കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷയുടെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അതിൽ നിന്ന് മുക്തനായിരിക്കും. പക്ഷേ 6, 7, 8 തീരെ ശിക്ഷ കിട്ടി വന്നവരാണ്. അതും ഈ ലഹരി ഉപയോഗിക്കുക. കാരണം അവർ കോടതിയിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നത് കഞ്ചാവ് കൊണ്ടുവന്ന് ബാത്റൂമിൽ കയറി ഇതിനെ ഇവരെ എടുത്തിട്ട് പുറത്ത്. എങ്ങനെയാണിത് കോടതിയിലേക്ക് പോകുമ്പോൾ അവരുടെ കൈവശമൊന്നുമില്ല, കോടതിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണിത് കടത്തുന്നതെന്ന് ചേട്ടൻ ചോദിച്ചിരുന്നു അവരോട്? ഇവർ മലദോരത്തിൽ കോടതിയിൽ പോകുമ്പോൾ കോടതിയിലെ ബാത്റൂമിൽ ഇവർക്ക് കോടതിയിൽ ആരോ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരാളെന്നല്ല, എല്ലാ പോയ ആളുകളിൽ മിക്ക ആളുകളും ഇതുമായി തിരിച്ചു വരുന്നു. ഇത് കൊണ്ടുവന്നതിന് ശേഷം സെല്ലിൽ വെച്ച് ഇത് ചെറിയ ചെറിയ പൊതികളാക്കി മറ്റു സെല്ലുകളിലും ഇവരിത് സപ്ലൈ എത്തിക്കുന്നുണ്ട്. CCTVയിൽ പെടാറില്ലേ ഇവരുടെ ഉപയോഗം? ഇവരിത് ഉപയോഗിക്കുന്നത് ബാത്റൂമിനകത്ത് കയറിയിരുന്നാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഈ കഞ്ചാവ് വലിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്മെല്ലുണ്ട്. അതിന് ഇവർ പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോപ്പ് പതച്ച് അതിൻ്റെ സ്മെല്ല് കൂടുതൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത് ഇവർ ഉപയോഗിക്കുന്നത്. കഞ്ചാവ് മാത്രമേ ഇവരിങ്ങനെ കടത്തുന്നുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ? ഇല്ല, ഇവരുടെ കയ്യിൽ എന്തോ ഒരു ഗുളികയുണ്ട്. ഒഡീഷയിൽ നിന്ന് ഏതാണ്ട് 2500 രൂപ വിലയുള്ളൂ ഒഡീഷയിൽ നിന്ന് 1 കിലോ കഞ്ചാവിന്. ഇവിടെ വരുമ്പോൾ അവർ പറയുവാണ് 35,000, 40,000. അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയാലും ഇത് ചെയ്യും. കാരണം ഇവിടെ കേരളത്തിലെത്തുമ്പോൾ ഇത്രയും രൂപയ്ക്ക് ഇത് വിൽക്കാൻ കഴിയും. ഈ അടിപിടി കേസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യാദൃച്ഛികമായൊരു കേസിൽ അവിടെ എത്തിയ ആൾ പെട്ടെന്ന് ആശ്വാസം കണ്ടെത്തുവാൻ ഇവർക്ക് ലഹരി മരുന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവർ പുറത്തിറങ്ങിയാൽ അന്ന് വരെ ഉപയോഗിക്കാതിരുന്ന സാധനത്തിന് വേണ്ടി പിന്നെയും ഇവരിതിൻ്റെ പിറകെ പോകും. കാരണം ലഹരിക്ക് അടിമയാവും. ഇപ്പോഴെങ്കിലും ഇത് ഇങ്ങനെയെങ്കിലും അറിയിച്ചില്ല എങ്കിൽ അത് ഞാൻ സമൂഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതുമാത്രമല്ല, റിപ്പോർട്ട് ടിവിയുടെ ഈ ക്യാമ്പയിൻ പരിപാടി എന്നെ വല്ലാതെ ആകർഷിക്കാനിടയായി. ഇനിയെങ്കിലും അങ്ങനെ ഈ രഹസ്യ സ്വഭാവത്തിലെങ്കിലും ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ വെളിപ്പെടുത്താനിടയായത്. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് മുൻ തടവുകാരൻ റിപ്പോർട്ടർ ടിവിയോട് നടത്തിയിരിക്കുന്നത്. ജയിലുകളിൽ കുറ്റവാളികളെ കൊണ്ടുപോകുന്നത് തെറ്റുകളിൽ നിന്നുള്ള മോചനത്തിനായാണെങ്കിൽ ജയിലുകളിൽ കഞ്ചാവും മയക്കുമരുന്നും സുലഭമായി കിട്ടുന്നു എന്ന അനുഭവവും നേർക്കാഴ്ചയും വിശദീകരിക്കുകയായിരുന്നു മുൻ തടവുകാരൻ. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടറിൻ്റെ ക്യാമ്പയിന് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത്. പല ആളുകളും കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി വരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അത്തരം വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കുക. ഒരുപാട് പേർ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ചില അമ്മമാർ വിളിക്കുന്നുണ്ട്, ഉമ്മമാർ വിളിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലെ മകന് ലഹരിക്കടിമയാണോ എന്ന് സംശയമുണ്ട്, രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു മുൻ തടവുകാരൻ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സ്വമേധയാ നമ്മുടെ ക്യാമ്പയിൻ കണ്ട് പ്രേക്ഷകരിലേക്ക് ഈ വിവരങ്ങൾ എത്തിച്ചത്. ആദിൽ പാലോടാണ്. ആദിൽ പാലോട് നമുക്കിപ്പം ചേരുന്നുണ്ട് തത്സമയം. ഗുഡ് മോർണിംഗ് ആദിൽ. ഇന്നിപ്പോൾ ഈ തടവുകാരൻ പറഞ്ഞത് കേൾക്കുമ്പോൾ കൂടുതൽ ഞെട്ടലും ടെൻഷനും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ തടവുകാരെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ജയിലിൽ പോലും ഇത്തരം സാധനങ്ങൾ സുലഭമായി ലഭിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. എന്താണ് ഇവരുടെ ഒരു പ്രവർത്തന രീതിയെ മനസ്സിലാക്കുന്നത്? ഒരു പ്രേക്ഷകൻ ഇപ്പോൾ പറയുന്നത്, ഷഫീഖ്, ഒറ്റപ്പാലത്തൊക്കെ സബ് ജയിലിലും ഇതൊക്കെ സുലഭമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല ജയിലുകളിലും ഇതാണ് അവസ്ഥയെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി? എങ്ങനെയാണ് ഈ കഞ്ചാവൊക്കെ പുറത്തുനിന്നും ഉള്ളിലേക്ക് കടത്തുന്നത്, അവരുപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഇവർ പുറത്തു പോയാലും ഇതിൻ്റെ അടിമകളും കച്ചവടക്കാരുമായിട്ട് തുടരുന്നത്? അതിൽ വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലാണ് തിരുവനന്തപുരം സ്വദേശി റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ ഈ വെളിപ്പെടുത്തൽ. ഈ പ്രേക്ഷകൻ പറയുന്നത് പോലെ, കമൻറ്റുകളിൽ വരുന്നത് പോലെ സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ സമാന സ്ഥിതിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് കൃത്യമായ രീതിയുണ്ട്.
പ്രധാനമായും കോടതികളിലേക്ക് വിചാരണയ്ക്കും മറ്റുമായി കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിയിൽ വെച്ചാണ് ഇവർക്ക് ഇത് കിട്ടുന്നത്. കോടതിയുടെ കക്കൂസ് മുറികളിൽ കയറി അവിടെ മലദ്വാരത്തിൽ രഹസ്യ ഭാഗങ്ങളിൽ കയറ്റി പിന്നീട് ജയിലുകളിലേക്ക് എത്തുകയാണ്. ജയിലുകളിലെത്തിയാലോ, ഇതാണ് പ്രധാനപ്പെട്ടും കടത്തുന്ന രീതി. ഇനി ജയിലുകളിലെത്തിയാലുള്ള സ്ഥിതി, മറ്റുള്ളവർക്ക് ഇത് വലിക്കാത്തവർക്ക്, കഞ്ചാവ് കേസിലെ പ്രതികളാണ് ഇത് ജയിലുകളിലേക്ക് എത്തിക്കുന്നത്. ജയിലുകളിലെത്തിയാൽ മറ്റുള്ളവരെ നിർബന്ധിച്ചത് ഉപയോഗിപ്പിക്കുന്ന രീതിയാണ് സാധാരണ ജയിലുകളിൽ ഉള്ളത് എന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെ അനുഭവം മുൻ തടവുകാരൻ വിശദീകരിക്കുകയാണ്. പ്രധാനമായും ആരെങ്കിലും ഇക്കാര്യങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരോടോ ജയിൽ അധികൃതരോടോ പറയുമോ എന്ന ഭയം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വലിക്കണം എന്ന നിർദ്ദേശം നൽകുകയും നിർബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പ്രധാനമായും നമ്മൾ കേട്ടൊരു ശീലമുണ്ട്. സാധാരണ ജയിലുകളിൽ സെല്ലുകളിൽ മേസ്തിരി എന്നൊരു പദവിയുണ്ടെന്നും അയാളായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മേസ്തിരിയാണ് പ്രധാന കഞ്ചാവിൻ്റെ അടിമ. ഇയാളാണ് മറ്റുള്ളവർക്കു കൂടി കഞ്ചാവ് വലിക്കാനുള്ള നിർദ്ദേശവും നിർബന്ധവും നൽകുന്നത്. ഇതിൻ്റെ വളരെ വലിയ അപകടം എന്തെന്ന് വെച്ചാൽ അരുൺ, ഏതെങ്കിലും തരത്തിൽ ചെറിയ എന്തെങ്കിലും കേസുകളിൽ അപകടത്തിലോ മറ്റോ ഒക്കെ ആയി റിമാൻഡിലായും മറ്റും ജയിലുകളിലേക്ക് എത്തുന്ന ചെറിയ കേസുകളിലെ പ്രതികൾ ഇത് വലിക്കാൻ നിർബന്ധിതരാവുകയും പിന്നീട് ഇവർ പുറത്തിറങ്ങുമ്പോൾ വലിയ ലഹരിക്ക് അടിമയായി മാറുന്നൊരു സ്ഥിതിയുണ്ട്. ഇത് അന്വേഷിച്ച് നടക്കുന്നൊരു സ്ഥിതിയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വെളിപ്പെടുത്തൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ രീതി CCTV ദൃശ്യങ്ങൾ പതിയാത്ത ടോയ്ലറ്റിൽ ഇരുന്നിട്ടാണ് ഈ വലിക്കുക. വലിച്ചു കഴിഞ്ഞാൽ കഞ്ചാവ് വലിക്കുന്ന രീതിയാണ്. കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ പതയുണ്ടാക്കി അതിൻ്റെ സ്മെല്ല് കളയാനുള്ള ശ്രമമുണ്ട്. കഞ്ചാവ് മാത്രമല്ല, മയക്കുമരുന്ന് ഗുളികയുണ്ട്. ഈ വെളിപ്പെടുത്തൽ പൂർണ്ണ ഭാഗം നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ യൂട്യൂബിലടക്കം ഇടുന്നതാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ഗുളിക ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ലഹരിയുടെ കേന്ദ്രങ്ങളാകുന്നു. ലഹരി ഉപയോഗിക്കാത്തവർ ജയിലുകളിലെത്തിയാൽ പിന്നീട് ലഹരിക്ക് അടിമകളായി മാറുന്നു. സാധാരണഗതിയിൽ ഈ തടവുകാരൻ പറയാൻ തന്നെ ഉണ്ടായ സാഹചര്യം, ഒരു ജയിലിൽ കയറി തിരിച്ചിറങ്ങിയാൽ കുറ്റത്തിൽ നിന്നുള്ളൊരു മോചനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ കൊടും കുറ്റവാളിയായി മാറുന്നു. ഒരു തവണ കഞ്ചാവ് കേസിൽ അകപ്പെട്ടവർ വീണ്ടും 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 ഇതിൽ ഏർപ്പെടാനുള്ള പ്രചോദനം ഇതിൽ നിന്നുണ്ടാകുന്നു എന്നതാണ് ഈ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാകുന്നത്. അടിയന്തര ശ്രദ്ധ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നത് അത്യാവശ്യമാണ്. അതിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആദിൽ പാലോടിനോട് അയാൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ രീതികളാണല്ലേ ജയിലിനകത്തേക്ക് കഞ്ചാവ് വരിക. പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെയാണ് പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെയാണ്. നാട്ടിലെ ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ പിടിച്ച് അകത്തിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ ലഹരി സുലഭമായി കിട്ടുന്ന അവസ്ഥയാണെന്ന് പറയുന്നു.